പ്രസിദ്ധമായ ആറാട്ടുപുഴ പൂരം ഇന്ന് 24 ദേവീദേവന്മാർ പൂരത്തിൽ പങ്കെടുക്കുമെന്നാണ് ഐതിഹ്യം. ഭൂമിയിലെ ഏറ്റവും വലിയ ദേവമേളയായാണ് ആറാട്ടുപുഴ പൂരം കണക്കാക്കുന്നത്. ആഘോഷങ്ങളെക്കാൾ ചടങ്ങുകൾക്കാണ് ഇവിടെ പ്രാധാന്യം. ആറാട്ടുപുഴ ശാസ്താവ് നിലപാട് തറയിലെത്തുന്നതോടെയാണ് ദേവീദേവന്മാരുടെ പൂരങ്ങൾ ആരംഭിക്കുന്നത്. തൊട്ടിപ്പാൾ പകൽപൂരത്തിൽ പങ്കെടുത്ത ശേഷം ആറാട്ടുപുഴ ശാസ്താവ് ക്ഷേത്രത്തിൽ തിരിച്ചെത്തും. നിത്യപൂജകൾ, ശ്രീഭൂതബലി എന്നിവയ്ക്ക് ശേഷം ദേവമേളയ്ക്ക് സാക്ഷിയാകാനും ആതിഥേയത്വം വഹിക്കാനും ശാസ്താവ് 15 ഗജവീരന്മാരുടെ അകമ്പടിയോടെ മതിൽക്കെട്ടിന് പുറത്തേക്ക് എഴുന്നള്ളും. മേളപ്രമാണി പെരുവനം സതീശന്മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചാരി മേളം അരങ്ങേറും. കൊമ്പൻ എറണാകുളം ശിവകുമാറാണ് ശാസ്താവിന്റെ തിടമ്പേറ്റുക. പഞ്ചാരിമേളം കൊട്ടിക്കലാശിച്ചാൽ എഴുന്നള്ളി നിൽക്കുന്ന 7 ഗജവീരന്മാരുടെ അകമ്പടിയോടെ കൈപ്പന്തത്തിന്റെ ശോഭയിൽ ശാസ്താവ് 7 ഖണ്ഡം വരെ പോകും. തൃപ്രയാർ തേവർ കൈതവളപ്പിൽ എത്തിയിട്ടുണ്ടോ എന്ന് ആരായാനാണ് ശാസ്താവിന്റെ ഈ യാത്ര. മടക്കയാത്രയിൽ ശാസ്താവ് നിലപാട് തറയിൽ ഏവർക്കും ആതിഥ്യമരുളി നിൽക്കും. ആറാട്ടുപുഴ ശാസ്താവ് നിലപാട് തറയിലെത്തിയാൽ ദേവീദേവന്മാരുടെ പൂരങ്ങൾ ആരംഭിക്കുകയായി. അർദ്ധരാത്രി ചോതി നക്ഷത്രം ഉച്ചസ്ഥാനീയനായാൽ ദേവമേളയ്ക്ക് നെടുനായകത്വം വഹിക്കുന്ന തൃപ്രയാർ തേവർ കൈതവളപ്പിലെത്തും. തേവർ കൈതവളപ്പിൽ വന്നാൽ ദേവീദേവന്മാരുടെ ആറാട്ട് തുടങ്ങും. TCV തൃശൂർ.